ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു വാക്യമുണ്ട്. ഇനി നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് കേരളത്തിൽ വന്നാൽ പോലും BJP കേരളത്തിൽ ഗുണം പിടിക്കില്ല എന്നത്. അതിന് സമാനമായ കാര്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. കാരണം രാജീവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയെ എങ്ങനെ തകർക്കാമെന്ന ചിന്തയിലാണ്. അതിൻ്റെ ഭാഗമായാണോ ഇപ്പോൾ VV രാജേഷിൻ്റെ എതിരെ ഒരു പോസ്റ്ററുമായി ബന്ധപ്പെട്ട് BJP കൗൺസിലറുടെ മകൻ തന്നെ അറസ്റ്റിലായിരിക്കുകയാണ്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് അണികൾക്ക് ലഭിക്കുന്നത്? ഈ സന്ദേശം എന്ന് പറയുന്നത് ഒരു ജില്ലാ നേതാവിൻ്റെ നേരെയുള്ള പ്രയോഗമാണിത്. പക്ഷേ പാർട്ടിയും തിരുവനന്തപുരത്ത് 80% പേര് ഇപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ BJPക്ക് അനുകൂലം തന്നെ. ഇതുകൊണ്ട് അത് മാറാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിളക്കം BJPക്ക് ഉണ്ട്, അത് നഷ്ടപ്പെടാനും പോകുന്നില്ല. ഇത് പക്ഷേ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്, പ്രാദേശിക തലത്തിൽ ഉള്ളതാണെങ്കിൽ തന്നെ. എനിക്ക് തോന്നുന്നത് CPM-ഉം അതുപോലെ BJPയും ഒരു കോൺഗ്രസ് സംസ്കാരത്തിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു. തമ്മിലടിക്കുക, നാറ്റിക്കുക, ഇതൊക്കെയാണ്, വിഴുപ്പലക്കൽ നടത്തുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. ഇങ്ങനെയുള്ള ചുവരെഴുത്തുകളൊക്കെ സാധാരണയായും പണ്ട് വന്നുകൊണ്ടിരുന്നത് കോൺഗ്രസിനുള്ളിലെ പടലവിളക്കം, ഏതെങ്കിലും സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ ഇങ്ങനെയുള്ള പോസ്റ്ററുകളുമായിട്ട് വരും. ഇപ്പോൾ CPM-ലും അത് ബാധിച്ചിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ അവരുടെ സമ്മേളനം നടന്ന സമയത്ത് അവിടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ അവരുടെ പ്രകടനം വരെ നടത്തി. ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രകടനം വരെ നടത്തി. അവിടെ അതുകൊണ്ട് സമ്മേളനം വേണ്ടെന്ന് തന്നെ വെച്ചു. സമ്മേളനം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അവിടെ പ്രതിനിധികൾ, ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാതിരുന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായി. CPM-നെ അത് ബാധിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ G. സുധാകരനാണെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിലേക്ക് മാറ്റിയിരിക്കുക, ബ്രാഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ്, തരം താഴ്ത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നിരന്തരം CPM നേതൃത്വത്തിനെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. CPM-ൻ്റെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ അങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ്. അദ്ദേഹം വളരെ പറയുന്നതെല്ലാം ശരിയാണ് 100%. പക്ഷേ ആ പാർട്ടി അച്ചടക്കൽ എന്ന് പറയുന്നൊരു സാധനത്തിന് അച്ചടക്കം പുലർത്തിപ്പോന്ന കേഡർ പാർട്ടിയാണത്. അതിനെതിരായിട്ടിപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ BJPയെ അത് ബാധിച്ചിരിക്കുന്നു, വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ തൃശ്ശൂരിലാണ് അത് ആദ്യം തുടങ്ങി. തൃശ്ശൂരിൽ നിന്ന് അവിടെ ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരനെ പുറത്താക്കിയത് അദ്ദേഹം അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സുരേന്ദ്രനെതിരെ മാധ്യമങ്ങളിലൂടെ വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാക്കി. സുരേന്ദ്രൻ അഗ്നിശുദ്ധനായിട്ട് കേസിലൂടെ പുറത്തു വന്നു. അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോഴും അതുണ്ടാക്കിയ വ്രണങ്ങൾ അവിടെ തന്നെയുണ്ട്. തൃശ്ശൂരെന്ന് പറയുന്ന അവരാദ്യമായിട്ട് ഒരു പാർലമെൻ്ററി മണ്ഡലം, അതിന് ശേഷമാണ് ഈ വിവാദങ്ങളുണ്ടായത്. പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചെടുത്ത സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു അശ്ലീകരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. കാരണം പാർലമെൻ്ററി വ്യാമോഹത്തിൻ്റെ ഒരു തിക്തഫലങ്ങളാണിതെല്ലാം. അപ്പോൾ അധികാരത്തോട് BJP കൂടുതൽ അടുക്കും തോറും ഇത്തരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങൾ കൂടിക്കൂടി വരിക. അത് നിയന്ത്രിക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് നടക്കുന്നതെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയും. അദ്ദേഹം തിരുവനന്തപുരം ബേസ്ഡായിട്ടാണ് ഇപ്പം സംസ്ഥാന ഭരണം നടത്തുന്നത് BJPയുടെ. സുരേന്ദ്രൻ അങ്ങനെയല്ല, കോഴിക്കോട്ട് നിന്നാണ് ഇതിൻ്റെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ തിരുവനന്തപുരം ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. ആ സമയത്ത് സംഭവിച്ച ഒരു പാളിച്ചുകൾ, ഒരു പാർട്ടിയുടെ അവിടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പുറത്താക്കിയ തമ്പാനൂർ സ്വദേശി അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പറയുന്നത്. അദ്ദേഹം ചിലപ്പോൾ ദ്രവ്യം കൊടുത്തോ പണം കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ചോ ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന കാര്യം. VV രാജേഷ് ആണ് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ കാര്യം എന്നുള്ളൊരു പ്രചാരണം കൂടെ നടത്തി. VV രാജേഷിന് എതിരായിട്ടുള്ള ഒരു അപ്രീതി രാജീവ് ചന്ദ്രശേഖറിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഈ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അനഭിമതനാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു തരംതാണ പോസ്റ്റർ പ്രചാരണമാണ്. ഇങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ BJP അംഗങ്ങൾക്ക് തന്നെ അത് പറയാമായിരുന്നു. BJPയിലെ അംഗങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചന്ദ്രശേഖരനെ ഇത് കണ്ട് കാര്യങ്ങൾ പറയാം. പരസ്യമായിട്ട് മതിലിൽ എഴുതി വെക്കണ്ട. ഇവിടെ നമ്മുടെ വഴുതക്കാട്ട് തന്നെ ഭാരത് ഭവൻ്റെ എതിർവശത്താണ് സംസ്ഥാന കാര്യാലയമുണ്ട്. ആ കാര്യാലയത്തിൽ ചെന്ന് കണ്ട അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഉണ്ട്, യാത്രകൾ പോകാത്തപ്പോൾ. അതിന് പകരം ചുവരിങ്ങനെ എഴുതി വെച്ചു രാജീവ് ചന്ദ്രശേഖരനെ സ്വാധീനിക്കാമെന്ന് വിചാരിക്കുന്നത് ഇതുപോലൊരു ഹിമാലയൻ ബ്ലണ്ടർ വേറില്ല. കാരണം അത് വലിയ രീതിയിൽ ചാനലുകൾക്കെല്ലാം ഒരു സുഖമുള്ള പരിപാടിയാണ്. രാവിലെ തന്നെ ലൈവായിരുന്നു. ചാനലുകൾക്ക് പുതിയ സാധനങ്ങൾ ഇങ്ങനെ വേണം. ബുഭുക്ഷ അതിൻ്റെ ഭയങ്കരമാണ്.
എപ്പോഴും ഇങ്ങനെ വാർത്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, പുതിയ പുതിയ വാർത്തകൾ, പുതിയ പുതിയ സംഭവങ്ങൾ. ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ടുള്ള പ്രാധാന്യം പല വാർത്തകൾക്കും അങ്ങനെ കൈവരുന്നു. കാരണം പഴയത് തന്നെ ചർവിതചർവണം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ കാണില്ല, ടി വി ഓഫ് ചെയ്യും. അതുകൊണ്ട് പുതിയൊരു സംഭവം, എന്തോ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് ബി ജെ പി ഇപ്പോൾ തകരുന്ന മട്ടിൽ ആണ് വാർത്തകൾ. എല്ലാ പാർട്ടിയെക്കുറിച്ചും അങ്ങനെ തന്നെ വരുന്നത്. അവർ ബാലൻസ്ഡ് അല്ല. പത്രത്തിൽ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇത് വന്ന പത്രത്തിൽ തന്നെ ഉള്ളിലെ പേജിൽ ഉള്ളിൻ്റെ ഉള്ളടക്കമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 കോളം വാർത്തയായിട്ട് വന്നിട്ടുള്ളത് ഒരു തലസ്ഥാന നഗരത്തു നിന്ന് വരുന്ന പത്രത്തിൽ, അത് തിരുവനന്തപുരം വാർത്തകൾക്ക് വേണ്ടി ആളുകൾ വായിക്കുന്ന പത്രത്തിൽ. അതുകൊണ്ട് ഇത്ര വാർത്താ പ്രാധാന്യമുള്ള സംഭവമല്ല. ഈ 3 പേരെ ഇപ്പോൾ പക്ഷേ ഈ വി രാജേഷും മുൻപ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പദവി അലങ്കരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതെ, അപ്പൊ ആ നേതാവിനെതിരെയാണ് ഈ പോസ്റ്റർ വന്നത്. അതാണ് അതിന്റെ പ്രാധാന്യം. തീർച്ചയായിട്ടും അത് തെറ്റായ പ്രവണത തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ഈ അച്ചടക്കം വരണം. ഇപ്പോൾ ഈ 3 പേരെ ഇത് നടന്നത്, ഇപ്പോൾ അറസ്റ്റാണ് ഇപ്പോൾ നടന്നത് രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുക്കുന്ന ആ സമയത്തുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രതികളെ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുന്നു. ഇവരെ ആരുടെ പറച്ചിൽ കേട്ടാണോ ഇത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പവുമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവർ അറസ്റ്റിലായി, ഇവരുടെ ഭാര്യ 3 ചെറുപ്പക്കാർ അറസ്റ്റിലായവരായിട്ട് മാറും, ഒരു കാര്യവുമില്ല. പകരം പുറത്താക്കപ്പെട്ട ആൾ ഞാനിങ്ങനെയാണ്, ഞാനൊരു തെറ്റും ചെയ്താൽ എന്നെ പുറത്താക്കി എന്നുള്ളത് പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരായിരുന്നു. ഇത് വെറും വിഴുപ്പലക്കലാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് തെറ്റാണ്. ഏത് പാർട്ടിക്കുള്ളിലായത് തെറ്റായ പ്രവണതയാണ്. വി രാജേഷിനെ കുറിച്ച് എന്തെങ്കിലും അഴിമതി ആരോപണമല്ല, പൊതു താല്പര്യമുള്ള വിഷയമല്ല, BJPക്ക് താല്പര്യമുള്ള ഒരു വിഷയം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ബ്ലണ്ടർ. കാരണം അദ്ദേഹം MLA അല്ല, മന്ത്രിയല്ല, MP അല്ല, ഒന്നുമല്ല. അതെ, പാർട്ടിയുടെ പ്രസിഡന്റാണ്. അതെ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹമാണ്. അപ്പോൾ അവിടെ അത് വലിയ ദോഷം ചെയ്യുന്ന BJPക്ക് ദോഷം ചെയ്ത ആൾക്കാരെ പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കും. അല്ല, അതാണ് എൻ്റെ തുടക്കമുള്ള ചോദ്യം. വലിയ രീതിയിൽ BJP വലിയ സ്വപ്നങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളിലൂടെ ഈ പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ ഇത് പാർട്ടിയിലായാലും പ്രശ്നങ്ങളുണ്ടാവും. പരിഹരിക്കാൻ കഴിവുള്ള ആൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു നിസ്സാര പ്രശ്നമേ ഉള്ളൂ. ഇവരെ പുറത്താക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുകഞ്ഞ ഉള്ളി പുറത്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ. കാരണം ഇത് പരസ്യമായിട്ട് മതിലിൽ കയറ്റി എഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേതാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, മറ്റുള്ളവരെ നേതാക്കാൻ വരാൻ. മര്യാദയ്ക്ക് കള്ളമില്ലാതെ പ്രവർത്തിക്കുന്ന ആൾക്കാർ പാർട്ടിയിൽ തന്നെ തുടരും. ഒരു ആൾ വിചാരിച്ചാൽ അവരെ പുറത്താക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് കാണും. തൃശ്ശൂരിലുള്ള ആ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളും കള്ളത്തരം കാണിച്ചതുകൊണ്ടാണ് പുറത്താക്കിയത്. അല്ല, ആരും ഒന്നും പുറത്താക്കില്ല. മനസ്സിലായോ? അല്ലാതെ ആരും അങ്ങനെ പുറത്താക്കുകയൊന്നുമില്ല. അത് കാണിച്ചു കഴിയുമ്പോൾ ഇവർ നേരത്തെ എന്താ പറയുന്നത്, പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട്, അയാൾ നേരത്തെ പറഞ്ഞില്ലല്ലോ. പുറത്താക്കിയ ശേഷം പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഇവിടെ പുറത്താക്കിയ ആളിനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഈ രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കാനുള്ള കഴിവുള്ള ആളാണോ ഇപ്പോൾ വി രാജേഷ്? അതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശംസയല്ലേ. വി രാജേഷ് എന്ന് പറഞ്ഞ ഒരു ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖറെ തിരുവനന്തപുരത്ത് തോൽപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? എന്നിട്ടോ വളരെ നിസ്സാര വോട്ടുകൾക്കല്ലേ അദ്ദേഹം പരാജയപ്പെട്ടത്. വളരെ നിസ്സാര വോട്ടുകൾക്ക്, അത് ന്യൂനപക്ഷ ബെൽറ്റിലെ വോട്ടുകളുടെ വ്യത്യാസം ഒരു പ്രത്യേക മേഖലയിൽ. അപ്പോൾ അത്രയും വോട്ടുകൾ എങ്ങനെ കിട്ടി? അത് വി രാജേഷ് വിചാരിച്ചിട്ടല്ലേ കിട്ടിയത്. ഇതൊക്കെ കോമൺ സെൻസുള്ള ആളുകൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ജയത്തിൻ്റെ പടിവാതിക്കൽ എത്തിയുള്ള ഒരു പരാജയമാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നതും വി രാജേഷിന് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാകും. തീർച്ചയായിട്ടും ഇവർ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ആത്മാർത്ഥതയില്ലാത്ത ആൾക്കാർക്ക് പാർട്ടിക്ക് പുറത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ശരിക്കും RSSൻ്റെ ഒരു സംസ്കാരമാണ് BJP കേഡർ. ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന, നെടും തൂണായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ഭാരവാഹിത്വത്തിലേക്ക് വരുമ്പോൾ, അവർ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ, അവർ പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ രാഷ്ട്രത്തിന് അതിൻ്റെ നേട്ടമുണ്ട്. അതാണ് നരേന്ദ്രമോദി, അതാണ് അമിത്ഷാ, അതാണ് രാജ്നാഥ് സിംഗ്, അതാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സിംഗിൻ്റെ കീഴിൽ ഉത്തർപ്രദേശ് പുരോഗമിക്കാനുണ്ടായ കാരണം. അത് തന്നെയാണ്. അല്ലാത്തവരല്ലെന്നല്ല. ആസാം മുഖ്യമന്ത്രി RSS നിന്ന് വന്നതല്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും ഉണ്ട്. അവരെയും നമ്മൾ കണക്കിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കേഡർ സംസ്കാരമുള്ള പാർട്ടിക്ക് ഭൂഷണമല്ല കാര്യങ്ങൾ. ഇങ്ങനെയുള്ളവരെ ഭാരവാഹിത്വത്തിൽ നിന്ന്, കേഡർ സംസ്കാരം ഉൾക്കൊള്ളുന്നവരെ മാത്രമേ ഭാരവാഹികളായിട്ട് വയ്ക്കാൻ പാടുള്ളൂ. വിഴുപ്പലക്കുന്നവർ വേണ്ട. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും.
അത് തീർച്ചയായിട്ടും കേരളത്തിൽ കുറേ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഇപ്പോഴും പാർട്ടിക്കുണ്ട്. അപ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന ആൾക്കാരെ ഇപ്പോഴേ പുകച്ച് പുറത്ത് ചാടിക്കണം, അല്ലെങ്കിൽ പുകഞ്ഞ ഗുളികളെ പുറത്ത് നിർത്തണം.